അപ്പോൾ അന്ന് കുത്തിക്കുറിച്ച ആ വരികളാണ്, അല്ലെങ്കിൽ ആ ഒരു കഥാസമാഹാരമാണ് ഇന്ന് തിറക്കൂട്ട് എന്ന പേരിൽ ഇവിടെ നമ്മൾ ഒരു പ്രകാശനം ചെയ്യുന്നതെന്ന് പറഞ്ഞ വളരെ സന്തോഷമുണ്ട്. ഇതിനൊക്കെ രമേശിന് എവിടെ സമയം കിട്ടുന്നു? ഒരിക്കൽ പ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരൻ ശ്രീ മുകുന്ദൻ സാർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ആദ്യം എഴുതുന്നത് മറ്റൊരാളുടെ കഥയും രണ്ടാമത് എഴുതുന്നത് തന്നെക്കുറിച്ചുള്ള കഥയുമാണെന്ന്. അതൊരു പക്ഷെ ശരിയായിരിക്കാം. കാരണം രമേശൻ ആദ്യം എഴുതിയത് പൂക്കാത്ത കരിമ്പിൻ പാടങ്ങൾ എന്നതാണ്. അത് രമേശന്റെ പിന്നിട്ട വഴികളിൽ രമേശൻ കണ്ട മുഖങ്ങളെയും രമേശൻ കണ്ട ഒരു വ്യത്യസ്തമായ സംസ്കാരങ്ങളെയും കുറിച്ചുള്ള ഒരു ആഖ്യാനമായിരുന്നു. ആഖ്യാന ശൈലി തന്നെ നമുക്ക് വളരെ ലളിതമായിരുന്നു. എന്നാൽ ഇപ്പോൾ തന്നെ പ്രകാശൻ തിറക്കോട്ട് രമേശിന്റെ നാട്ടിലെ കോരപ്പുഴ, ഞാൻ ഇപ്പോഴും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, എനിക്കറിയില്ല കോരപ്പുഴ എവിടെയാണ്. കോരപ്പുഴയുടെ തീരത്ത് സംഭവിച്ച അല്ലെങ്കിൽ അതിന്റെ പാതയോരങ്ങളിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരെ കുറിച്ചുള്ള ഒരു കഥയാണ്, കഥാതന്തുവാണ്, അവരുടെ ജീവിത ശൈലിയാണ്. ഒരുപക്ഷെ ഒരു അതിലൊരു കഥാപാത്രം രമേശനായിരിക്കാം എന്ന് ഞാൻ ഇപ്പോൾ സംശയിക്കുകയാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു യാത്രയും തലമുറകളുടെ തുടർച്ചയായിട്ടുള്ളൊരു തുടർച്ചയുമാണ്. ഇതിനെക്കുറിച്ച് തിറക്കോട്ട് എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് വായിക്കുമ്പോൾ വളരെ അതിനൊരു താളമുണ്ട്. നമ്മൾ ഈ പുഴയിലെ വെള്ളം ഒഴുകുന്ന പോലെ ഒരു താളമുണ്ട്. ആ താളവും അതുപോലെ ഉള്ളതുകൊണ്ട് തന്നെ വായിക്കുമ്പോൾ അതിനൊരു സുഖം നമുക്ക് പ്രത്യേകിച്ച് ഒരു വല്ലാത്തൊരു ആത്മസംതൃപ്തി അത് വായിക്കുമ്പോൾ തോന്നാറുണ്ട്. ചില വാക്കുകളെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ശൈലിയെക്കുറിച്ച് അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലായില്ലെങ്കിലും അതിനൊരു റിഥം എന്നൊക്കെ നമ്മൾ പറയില്ല, ആ റിഥം അതിൽ വളരെ പ്രത്യേകമായി പ്രകടമായി കാണാറുണ്ട്. അവതാരികയിലെ ഞാൻ വിജയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വളരെ സുഹൃത്താണ്. അപ്പോൾ വിജയേഷിന്റെ അവതാരികയാണ്. അതിലെ വിജയേഷൻ പറഞ്ഞ പോലെ തന്നെ ഈ നോവലിനൊരു സാംസ്കാരിക മാനം കൂടിയുണ്ട്. നമുക്കറിയാം, ഒരു കേരളം എന്ന് പറഞ്ഞാൽ 3 സംസ്കാരമാണ്. ഒന്ന് തെക്കൻ സംസ്കാരം, മധ്യ കേരളം, ഉത്തര കേരളം. ഇവിടുത്തെ ഭാഷയും ആ ഭാഷാ ശൈലിയും സംസാര ശൈലിയും ജീവിത ശൈലിയും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സംസാരത്തിൽ നമുക്ക് പലതും ചിലർ തെറ്റാണെന്നും ചിലർ ശരിയല്ല എന്നുള്ള ഒരു വിമർശനങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് നമ്മൾ അവരുടെ സ്ഥലത്ത് നോക്കുന്നു സംസാരിക്കുമ്പോൾ ശരിയും നമ്മുടെ കാഴ്ചപ്പാട് തെറ്റായിട്ട് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിലൊരു അധ്യായമുണ്ട്, ഭഗവതിമാരുടെ വരവ് എന്ന അധ്യായത്തിൽ ഫാന്റസി വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ രമേശിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പൊ തന്നെ വളരെ വൈകി, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷെ എന്താണെന്ന് എനിക്ക് വ്യക്തമായില്ലെങ്കിലും രമേശിന്റെ പുസ്തകത്തിന്റെ ആദ്യത്തെ താളിൽ 1200-ാം ആണ്ട് കുംഭം 29 എന്ന് എഴുതിയിട്ടുണ്ട്. അത് എന്താണെന്ന് എനിക്ക് ഇന്ന് ആലോചിച്ചു. കാരണം ഇന്ന് കുംഭം 4 ആയിട്ടുള്ളൂ, അല്ലേ? 4 ആയിട്ടുള്ളതുകൊണ്ട് അപ്പൊ 1200-ാം ആണ്ട് കുംഭത്തിൽ ആരംഭിച്ച് അടുത്ത വർഷത്തെ കുംഭത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് രമേശിന്റെ ഈ നോവൽ പൂർത്തിയാവുന്നത്. തുടർന്നും ഇത്തരം രചനയാവട്ടെ രമേശിന്റെ തൂലിക അഭംഗുരം ചലിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ആദരണീയനായ ഡോക്ടർ എസ്.കെ. വസന്തൻ, മലയാളത്തിലെ പ്രമുഖ ചരിത്ര ഗവേഷകൻ, അധ്യാപകൻ, നോവലിസ്റ്റ്, സാഹിത്യ അക്കാദമി എഴുത്തച്ഛൻ പുരസ്കാര ജേതാവുമായ ശ്രീ വസന്തൻ മാഷി പുസ്തക പ്രകാശനത്തിനായി ലഭിച്ചതിൽ വളരെ അഭിമാനമുണ്ട്. മാഷിന്റെ വിലപ്പെട്ട സാന്നിധ്യവും അനുഭവങ്ങളും ചിന്തകളും ഈ ചടങ്ങിനെ കൂടുതൽ ധന്യമാക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് പ്രശസ്ത സാഹിത്യകാരനായ അബുദാബി ശക്തി, ഇടശ്ശേരി, പവന്, TV കൊച്ചുബാവ എന്നീ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ഏറെ പ്രിയപ്പെട്ടവനായ ശ്രീ N. രാജൻ മാഷാണ്. ശ്രീ രമേശൻ പൊയ്ത്താഴത്തിന്റെ തിറക്കോട്ട് എന്ന നോവലിന്റെ പ്രകാശനത്തിനായി വസന്തൻ മാഷിനെയും ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ N. രാജനെയും ക്ഷണിക്കുന്നു. സദസ്സിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളും എല്ലാവരും എഴുത്തുകാരനോടൊപ്പം ഈ ധന്യമുഹൂർത്തത്തിൽ പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.